ഗസ ജേർണലിസം അവാർഡിലും അദൃശ്യം. മുഖ്യമന്ത്രിയുടെ PR അഭിമുഖം മുതൽ ബ്ലിങ്കൻ്റെ കാപട്യം വരെ കാണാതാകുന്ന വാർത്തകൾ. ചീഫ് ജസ്റ്റിസ് ആരോടാണ് പ്രാർത്ഥിച്ചത്? സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. പുരസ്കാരങ്ങളുടെ സീസണാണ്. നൊബേൽ സമ്മാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടു. സാമ്പത്തിക നൊബേൽ 3 പേർക്ക്. ഏകാധിപത്യ രാജ്യങ്ങളിൽ എന്തുകൊണ്ട് ദാരിദ്ര്യം, അസമത്വവും രാജ്യസ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത് തുടങ്ങിയ അന്വേഷണങ്ങൾക്ക്. ഫിസിയോളജി, മെഡിസിൻ മേഖലകളിൽ സമ്മാനിതരായ 2 ശാസ്ത്രജ്ഞർ സൂക്ഷ്മ RNA സംബന്ധിച്ച പഠനം നടത്തിയവരാണ്. ജനിതക വിജ്ഞാനീയത്തിൽ വലിയ സംഭാവനയ്ക്ക് പുരസ്കാരം. പുതിയ പ്രോട്ടീൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ രൂപകൽപ്പന ചെയ്തയാൾക്കും പ്രോട്ടീൻ ഘടന പറഞ്ഞു തരാൻ നിർമ്മിത ബുദ്ധി വികസിപ്പിച്ച മറ്റ് 2 പേർക്കുമായി രസതന്ത്ര നൊബേൽ. വൈദ്യശാസ്ത്രം മുതൽ പരിസ്ഥിതി ശാസ്ത്രം വരെ സ്വാധീനം ചെലുത്താവുന്നതാണ് ഈ 3 പേരുടെ സംഭാവനകൾ. നിർമ്മിത ബുദ്ധി മേഖലയിലെ മുൻനിരക്കാർക്ക് തന്നെയാണ് ഫിസിക്സ് നൊബേലും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് മെഷീൻ അധ്യയനം സാധ്യമാക്കുന്ന കണ്ടുപിടുത്തത്തിന് ലോകം ഇന്ന് നേരിടുന്ന വെല്ലുവിളികളുമായി ബന്ധമുള്ളതാണ് ഇക്കൊല്ലത്തെ മിക്ക നൊബേൽ പുരസ്കാരങ്ങളും. പ്രത്യേകിച്ച് സാഹിത്യ നൊബേലും സമാധാന നൊബേലും ഒരർത്ഥത്തിൽ ലോക മനസാക്ഷിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് രണ്ടും. തെക്കൻ കൊറിയക്കാരി ഹാങ് കാങ്ങിനാണ് സാഹിത്യ നൊബേൽ. ആലംബമറ്റ ജീവിതങ്ങളെപ്പറ്റി കാവ്യാത്മക ഗദ്യത്തിലെഴുതിയ കഥകളാണ് അവരുടേതെന്ന് സ്വീഡിഷ് അക്കാദമി വിലയിരുത്തി. 2016 അവരുടെ ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ സമ്മാനം കിട്ടിയിരുന്നു. നിരാശ്രയരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും രോദനങ്ങൾ ഒപ്പിയെടുക്കുന്ന ഹാങ്കാങ്ങിൻ്റെ രചനകൾ വർത്തമാനകാലത്ത് ഫലസ്തീന് വേണ്ടിയുള്ള കരച്ചിൽ കൂടിയായി തീരുന്നു. പുരസ്കാര നേട്ടത്തിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് അവർ പറഞ്ഞത്, യുക്രൈനിലും ഫലസ്തീനിലും കൂട്ടക്കുരുതി നടക്കുമ്പോൾ സന്തോഷിക്കാനാവുന്നില്ല എന്നാണ്. മാധ്യമങ്ങളെ കാണാൻ അവർ വിസമ്മതിച്ചു. ഇത്തവണ സമാധാന നൊബേൽ നേടിയതും ഏഷ്യക്കാരാണ്. ജപ്പാനിൽ 1945 അമേരിക്ക ഇട്ട അണുബോംബുകൾ ലക്ഷങ്ങളെ കൊന്നു. അതിജീവിച്ചവർ നേരിട്ട യാതനകളും അതികഠിനം. അതിജീവിച്ചവരായ ഹിബാകുഷകളുടെ സന്നദ്ധ സംഘമായ നിഹോൻ ഹിഡാൻക്യോക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് നൊബേൽ സമിതി തരുന്ന സൂചന വ്യക്തമാണ്. ആണവായുധ ഭീകരത അനുഭവിച്ചവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഈ പുരസ്കാരത്തിൻ്റെ സന്ദേശം. ഈ ഭീകരത ഇനി അരുത്. മനുഷ്യൻ മനുഷ്യനോട് ഇത് ചെയ്യരുത്. ആണവായുധങ്ങൾ, ഭീകരായുധങ്ങൾ ഒഴിവാക്കണം ലോകം. ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഞങ്ങൾ പറയുന്നു, ഭീകരായുധങ്ങൾ ഉപേക്ഷിക്കണം. അവരെ തേടി നൊബേൽ പുരസ്കാരം എത്തിയ സന്ദർഭം തന്നെ അർത്ഥവത്താണ്. ഫലസ്തീനിൽ, ലബനാനിൽ, മറ്റിടങ്ങളിൽ അതിഭീകരമായ ആയുധങ്ങളുടെ താണ്ഡവം. ഇസ്രായേൽ വൈറ്റ് ഫോസ്ഫറസും സ്മാർട്ട് ബോംബും നിർമ്മിത ബുദ്ധിയും അടക്കം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂട്ട നശീകരണം നടത്തുന്നു. ഈ ചിത്രം 1945 ഹിരോഷിമയാണ്. പക്ഷേ 2024 ഗസയുമായി വ്യത്യാസമില്ല. അല്ല, അതിനേക്കാൾ ഭീകരം, മാരകം, ഭയാനകം. അന്നും ഇന്നും കുഞ്ഞുങ്ങൾ വരെ നരകയാതനയിലാണ്. ഇന്ന് ഹിരോഷിമയുടെ അനേക മടങ്ങ് വിനാശം ഗസയിൽ ഇസ്രായേൽ വിതച്ചിരിക്കുന്നു. ഇതെല്ലാം ലോകം നേർക്കുനേരെ കാണുന്നു. അതുകൊണ്ടാണ് നൊബേൽ സമ്മാനം നേടിയ സംഘടനയുടെ നേതാവും സമാധാന പ്രവർത്തകനുമായ തൊഷിയുക്കി മിമാക്കി പറഞ്ഞത്, ഈ സമ്മാനം കൂടുതൽ അർഹിക്കുന്നത് ഗസയിൽ ഇസ്രായേലിനെ തടയാൻ പരിശ്രമിക്കുന്നവരാണ് എന്ന്. സംഘടനയുടെ നേതാക്കൾ പുരസ്കാര വാർത്ത കേട്ട ഉടനെയായിരുന്നു ഇത്. After the Nobel Peace Prize was announced, the co-chair of Nihon Hidankyo, Toshiyuki Mimaki, spoke to reporters in Tokyo.
What? Nihon Hidankyo? That was Toshiyuki Mimaki, the co-chair of Nihon Hidankyo, which won the 2024 Nobel Peace Prize today. He wept as he spoke. He went on to say, quote, "In Gaza, bleeding children are being held by their parents. It's like in Japan 80 years." 80 വർഷം മുൻപത്തെ ഹിരോഷിമയാണ് ഇന്നത്തെ ഗസ എന്ന്. ചോര വാർന്നു മരിക്കുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന അച്ഛനമ്മമാർ. ജപ്പാൻ 80 കൊല്ലം മുൻപ് അനുഭവിച്ച ക്രൂരത. ഗസയിൽ ഇസ്രായേൽ ശുഷ്ക യുറേനിയം ബോംബ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ജാപ്പനീസ് പത്രപ്രവർത്തക മിക്കി ഒട്ടാക്ക റിപ്പോർട്ട് ചെയ്തത് 2 മാസം മുൻപാണ്. 80 വർഷം മുൻപത്തെ ഹിരോഷിമയിലേക്ക് മാത്രമല്ല, ഗസയിലേക്കും ഭൂമിയെ നരകമാക്കുന്ന ശക്തികളിലേക്കും ഉള്ള ശ്രദ്ധ ക്ഷണിക്കലായി നൊബേൽ സമ്മാനം. ഇസ്രായേലിന് അരിശം. ആ രാജ്യത്തിന് സ്വൈരമായി വംശഹത്യ നടത്താൻ കഴിയണം. ആരും കുറ്റം പറയരുത്. ഈ ധിക്കാരം തന്നെ ഭീകരത. ഇത് ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമായി മറ്റ് രാജ്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുക. റഷ്യയും ഇസ്രായേലും ആണവായുധമുള്ള രാജ്യങ്ങൾ. ഉപയോഗിക്കാൻ മടിക്കില്ലെന്ന സൂചന വരെ ലോകം കേട്ടു. ഇതിനിടയിൽ ശക്തമായ ഓർമ്മപ്പെടുത്തലായി നൊബേൽ സമ്മാനം. ഇനി മറ്റൊരു പുരസ്കാരത്തെപ്പറ്റി. യുദ്ധാന്തരീക്ഷത്തിലും ശ്രദ്ധേയമായ കണ്ടുപിടുത്തം നടത്തിയ പെൺകുട്ടിയും സഹോദരനും ഈയിടെ തലക്കെട്ട് പിടിച്ചു. കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ ഇവരുമുണ്ട്. സിറിയൻ കുടുംബത്തിലെ പെൺകുട്ടിയും അവളുടെ സഹോദരനും. കാഴ്ചയില്ലാത്തവർക്കുള്ള സ്മാർട്ട് സ്റ്റിക്കാണ് സനായുടെ കണ്ടുപിടുത്തം. ഇലക്ട്രോണിക് സെൻസറും GPS-ഉമുള്ള കെയിൻ. العصر بتساعد الأشخاص المكفوفين بحياتهم اليومية، خاصة إذا كانوا بأماكن عملهم أو بالشارع. استخدمت حساس من نوع أجود، وكمان حطيت GPS لتحديد الموقع، فبإمكان أهل الشخص الكفيف إنه يحددوا موقعه إذا كان برا البيت. هو ابتكار كتير حلو، ممكن يخفف عني خصوصاً إنه ممكن أقدر أروح وأرجع على شغلي لحالي. സഹോദരൻ അഹമ്മദ് ഒരു ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നു. പ്രമേഹമുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അത്. لحتى يقدروا يديروا حالتهم لحالهم بإشراف أهلهم طبعاً. യുദ്ധവും ഫലസ്തീനും ഇക്കൊല്ലത്തെ വൻ വാർത്തകളാണ്. ജീവൻ കൊടുത്ത് അവർ എത്തിക്കുന്ന വാർത്തകൾ. എന്നാൽ ജേർണലിസം അവാർഡുകളിലും ആഗോള ജേർണലിസം ഉച്ചകോടികളിലും അവർക്ക് അർഹതപ്പെട്ട പ്രാമുഖ്യം കിട്ടിക്കാണുന്നില്ല. അമേരിക്കയിലെ സ്ക്രിപ്സ് ഹൗവേർഡ് ജേർണലിസം അവാർഡുകൾ ഒക്ടോബർ 21 പ്രഖ്യാപിച്ചു. വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങൾ. This year's winner for excellence in breaking news is the Associated Press for deadly Maui wildfires, reporting on the fire's devastation, which our judges called a masterclass in breaking news coverage. ബ്രേക്കിംഗ് ന്യൂസ്, പരിസ്ഥിതി ജേർണലിസം, യുദ്ധ റിപ്പോർട്ടിംഗ്, ലോക്കൽ റിപ്പോർട്ടിംഗ്, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ വിജയികൾ. This year's winner for excellence in environmental reporting is The Human Limit by the Washington Post, a global investigation on how climate change threatens human health. Just ahead on the Scripps Howard Journalism Awards, an Oscar winner shares a gut-wrenching account from the front lines of war. യുദ്ധവും യുദ്ധക്കെടുതിയും കുട്ടികൾ അതിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടും ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിയാണ്. അതിൽ ലോകോത്തര അവാർഡിന് ഗസ വാർത്ത വിഷയമാകും എന്നാവും നമ്മൾ കരുതുക. പക്ഷേ ഇല്ല. ഫലസ്തീനിലെ അല്ല, യുക്രൈനിലെ യുദ്ധക്കെടുതി റിപ്പോർട്ടിനാണ് പുരസ്കാരം. NPR മീഡിയക്ക്. By the Boston Globe, reopening the 1989 murder case of Carol Stewart and how false accusations harmed Boston's Black community. For narrative human interest storytelling, the winner is Ukraine Kindergarten from NPR. In the words of our judges, a haunting account of the global displacement of one kindergarten class in Kharkiv after Russia's bombardment. യുദ്ധ ജേർണലിസത്തിൽ പോലും ഫലസ്തീൻ അദൃശ്യമാക്കപ്പെട്ടു എന്നതാണ് ഫലം. മികച്ച യുദ്ധ റിപ്പോർട്ടിംഗ് യുക്രൈനെ പറ്റിയാണ്. It's a story that drew international interest, an Academy Award, and newfound attention to the unmatched value and peril of conflict journalism. "20 Days in Mariupol" tells a story of a siege of the city of Mariupol. I'm very fortunate to have a great experienced team with me. As journalists, we were trying to predict where the main strike of Russian forces will be.
didn't expect that the siege is going to be so violent, that the barrage of bombing would be so indiscriminate. Чего расстраиваешь? Не хочу, чтобы я умирала. പക്ഷേ ഫലസ്തീൻ വാർത്ത അല്ലാതാകില്ലല്ലോ. നേരിട്ടുള്ള റിപ്പോർട്ടിനല്ലെങ്കിലും ഇന്നവേറ്റീവ് റിപ്പോർട്ടിംഗ് എന്ന പേരിൽ വെസ്റ്റ് ബാങ്കിനെ കുറിച്ചുള്ള ഡിജിറ്റൽ 3D ദൃശ്യവൽക്കരണത്തിന് കിട്ടി സമ്മാനം വാഷിംഗ്ടൺ പോസ്റ്റിന്. Some stories can't be told through traditional means. That's why reporters turn to data journalism, open source intelligence, and a growing range of digital tools to get to the heart of stories in ways we've never seen before. And the finalists in our innovation category are 3D analyses of violence in the West Bank from the Washington Post, a reconstruction of fatal ഇത് ഫൈനലിൽ എത്തിയെങ്കിലും സമ്മാനം കിട്ടിയില്ല. പോഡ്കാസ്റ്റ് ജേർണലിസം, മൾട്ടിമീഡിയ ജേർണലിസം, ഇമ്പാക്റ്റ് ജേർണലിസം എന്നിവയിലൊന്നും ഫലസ്തീൻ ഒരു വിഷയമായി സ്ക്രിപ്സ് ഹവേർഡ് അവാർഡുകാർക്ക് തോന്നിയില്ല. മൾട്ടിമീഡിയ വിഭാഗത്തിൽ സമ്മാനം നേടിയത് റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടാണ്. വവ്വാലുകളുടെ ആവാസ സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ കടന്നുകയറ്റം കൂടുതൽ മഹാമാരികൾ ഉണ്ടാക്കിയേക്കും എന്ന്. This year's winner in multimedia journalism is Reuters for the Badlands, revealing how human incursion into bat habitats could trigger another global health crisis, hailed by judges as important science journalism at its finest. പക്ഷേ അദൃശ്യമാക്കുമ്പോഴും ഫലസ്തീനും ഗസയും നിറസാന്നിധ്യമാണ്. അമേരിക്കയിലെ ടെനസി യൂണിവേഴ്സിറ്റി കഴിഞ്ഞയാഴ്ച ഒരു ഉച്ചകോടി സംഘടിപ്പിച്ചു. ഗ്ലോബൽ ഫ്രീ സ്പീച്ച് സമ്മിറ്റ്, ആഗോള അഭിപ്രായ സ്വാതന്ത്ര്യ ഉച്ചകോടി എന്നായിരുന്നു പേര്. ഇന്ത്യൻ ജേർണലിസ്റ്റും വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റുമായ റാണ അയ്യൂബ് അതിൽ പാനലിസ്റ്റ് ആയിരുന്നു. I have here next to me a really great panel. I have Rana Ayyub from the Washington Post, Indian journalist and author of the Gujarat Files. I've actually been reading it here, so I recommend it to everybody. It did dispel a lot of my illusions about India as the world's greatest democracy, but you can speak to us much more sort of succinctly about that. വിവിധ രാജ്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ നേരിടുന്ന പ്രയാസങ്ങളായിരുന്നു ഉച്ചകോടിയുടെ വിഷയം. And they all operate from the same playbook. Victor, I do not see Modi and Viktor Orban or Netanyahu or Trump in isolation. I see them as a problem of the new world order where they're trying to stifle free voices. ജനാധിപത്യ രാജ്യങ്ങളിൽ അടക്കം മാധ്യമങ്ങൾ അടിച്ചമർത്തപ്പെടുന്നു എന്ന് അനുഭവങ്ങൾ നിരത്തി പ്രസംഗകർ പറഞ്ഞു. അതേസമയം പരാമർശിക്കപ്പെടാത്ത മഹാസാന്നിധ്യമായി ഫലസ്തീൻ ഉണ്ടായിരുന്നു. അധിനിവേശവും വംശഹത്യയും മൂലം മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ല, മാധ്യമങ്ങൾ തന്നെ ഉന്മൂലനം ചെയ്യപ്പെട്ട ഇടം. അതേപ്പറ്റി പറഞ്ഞുകൊണ്ട് റാണ അയ്യൂബ് പ്രസംഗം അവസാനിപ്പിച്ചു. Said that the last word that I'm going to say here is that many of us here sitting on this platform are popular voices. We are journalists who have traveled all the way from our respective countries to speak here about journalism under threat. So I must take this moment to acknowledge the more than 100 journalists killed in Gaza, in Palestine, who are not being celebrated, who should be spoken about, who are also doing the job of journalism and they're not celebrated and unpopular, and they are being killed for bearing witness to what's happening in the world. So I had to put this in here. Thank you so much. കനേഡിയൻ ജേർണലിസ്റ്റ് ഫോർ ഫ്രീ എക്സ്പ്രഷൻ എന്ന സംഘടനയുടെ അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം അവാർഡും റാണ അയ്യൂബിന് ലഭിച്ചു. വാർത്താ സ്വാതന്ത്ര്യത്തിനു വേണ്ടി രക്തസാക്ഷികളാകേണ്ടി വരുന്ന ഫലസ്തീൻ ജേർണലിസ്റ്റുകളുടെ പട്ടിക നീളുക തന്നെയാണ്. ഗസയിൽ, വെസ്റ്റ് ബാങ്കിൽ, ഇപ്പോൾ അതിനുമപ്പുറത്ത് ലെബനാനിനുമെല്ലാം അവർ മുറിവേറ്റും ചികിത്സ കിട്ടാതെയും വരെ മരണപ്പെടുന്നു. സിറിയയിലും ജേർണലിസ്റ്റുകളെ ലക്ഷ്യമിടുന്നുണ്ട് ഇസ്രായേൽ. ഏറ്റവും കൂടുതൽ ജേർണലിസ്റ്റുകളെ കൊന്ന റെക്കോർഡ് അവർക്കാണല്ലോ. എന്നിട്ടും ആ ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ബിസാൻ, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് എപ്പോഴും വാർത്ത തുടങ്ങുന്ന ബിസാൻ ഔദയെ പോലെ. ബിസാന് കഴിഞ്ഞ മാസം മികച്ച ഷോർട്ട് ഫോം ന്യൂസ് ഫീച്ചറിനുള്ള എമ്മി അവാർഡ് ലഭിച്ചു. This is Bisan from Gaza. I'm still alive. Palestinian journalist Bisan Owda won the prestigious Emmy Award for her series. It's Bisan from Gaza and I'm Still Alive, co-created with AJ+. The series documents Bisan's life in Gaza since the eruption of Israel's war on the enclave on October 7. They bombed the door of the hospital. They bombed. I've been there before 2 minutes.
Following Bisan's nomination for an Emmy in August, 150 media industry figures signed an open letter requesting the National Academy of Television Arts and Sciences to revoke Bisan's nomination, citing anti-Semitism. Bisan won in the category of Outstanding Hard News Feature short form for her exclusive coverage of the ongoing Israeli onslaught, which has not only been targeting Palestinian civilians, but also openly fighting a war against the press and free speech. അതെ, ഈ അവാർഡിന് ഇരട്ടി തിളക്കമുണ്ട്. കാരണം ഹോളിവുഡിലെ 157 പേർ ബിസാന് എമി കൊടുക്കരുതെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. അക്കാദമി അത് വകവെച്ചില്ല. മികച്ച യുവ ജേർണലിസ്റ്റിനുള്ള എമി അവാർഡ് നേടിയത് CNN-ന്റെ ലണ്ടൻ റിപ്പോർട്ടർ നദ ബഷീർ ആണ്. ഗസ നമ്മോട് പറയുന്ന കഥകളേറെ. ആ കഥകളിൽ അവ പറയുന്ന ജേർണലിസ്റ്റുകളും ഉൾപ്പെടും. അവരുടെ മികച്ച ന്യൂസ് ഫോട്ടോകളും. അവയിൽ ചിലതിനെപ്പറ്റി അടുത്ത തവണ പറയാം.